എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ഞാനൊരു മുജാഹിദ് ആശയക്കാരിയാണ്. എൻ്റെ ഹസ്ബൻഡൊക്കെ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽപ്പെട്ടവരാണ്. എൻ്റെ മക്കളെ ഞാൻ അവരുടെ മജ്ലിസുന്നൂർ എന്ന പരിപാടിയിൽ പോകേണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ വാപ്പയും ഖുറാഫത്തൊക്കെയുള്ള പ്രോഗ്രാമുകളിലേക്ക് കൊണ്ടുപോകും, ഉമ്മയും കൊണ്ടുപോകും. കുട്ടികളെ ഉപ്പയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ അവിടെ ഉണ്ടാക്കുന്ന നേർച്ച ഭക്ഷണവും കഴിപ്പിക്കും. ഇതിന് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? ഇതിന് ഉറപ്പായിട്ട് വിശദീകരണം നൽകണം. പിന്നെ അവർ ബദരീങ്ങളുടെ ആണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇറച്ചിയും പത്തിരിപ്പൊടിയും കൊണ്ടുവരും, അത് പാചകം ചെയ്തു തിന്നും. അത് ഭക്ഷിക്കാൻ പാടുണ്ടോ? ഒന്ന് വേഗത്തിൽ റിപ്ലൈ തരണമെന്നാണ് ഈ സഹോദരി. ഞങ്ങളും ഭക്ഷിക്കാറുണ്ട് പലപ്പോഴും. ഞാൻ കുട്ടികളെ കുറേ അവരോട് പറഞ്ഞു നോക്കും, പക്ഷേ അവർ അതൊന്നും കേൾക്കുന്ന പോലെയല്ല. ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അവരും തിന്നാറുണ്ട് എന്നുള്ളതാണ്. നമുക്കിത് മനസ്സിലാവുന്നത് ആശയപരമായി ഇവരടുത്ത സമയത്ത് ചിലപ്പോൾ നമ്മുടെ ആദർശം സ്വീകരിച്ചു വന്നതായിരിക്കും. ഭർത്താവും മക്കളൊന്നും അതിലേക്ക് വന്നിട്ടില്ല എന്നാണ് നമ്മളിത് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് കുറേ അവ്യക്തതകൾ ഉണ്ട് താൻ. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മളിപ്പോൾ ഈ ആണ്ട് നേർച്ച പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളെ കുറിച്ചാണ്. അതെന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ നേർച്ച പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്ത പേരിൽ നേർച്ച നേർന്നാൽ അത് ശിർക്കാണ്. അപ്പോൾ ഇതിൽ അടിസ്ഥാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളൊരു മാംസം വാങ്ങി പാചകം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലൊരു കുട്ടി പറയാണ് എനിക്ക് ഇറച്ചി വേണ്ട, എനിക്കിത് കഴിക്കാൻ തോന്നണില്ല എന്ന് പറഞ്ഞാൽ ആവട്ടെ, എന്നാൽ നിനക്ക് ഞാനൊരു കോഴിമുട്ട പൊരിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതവിടെ പരിഹരിക്കും. എന്നാൽ ഈ ആണ്ടിന്ന് കൊടുന്ന പിന്നെ ഇറച്ചിയാണെങ്കിലോ ഇത് പാചകം ചെയ്തിട്ട് കൊടുക്കുമ്പോൾ വീട്ടിലൊരു അംഗം കഴിക്കണില്ലെങ്കിൽ എന്ത് ചെയ്യും? അതവിടെ കഴിപ്പിക്കും. ഇത് നീ കഴിക്കണം, അതുകൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കും. ചിലപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ അത് എടുത്ത് വെക്കും, വർഷങ്ങളോളം എടുത്തു വെക്കും. അപ്പോൾ അവിടെ എന്താന്ന് വിചാരിച്ചാൽ ആ മാംസം കഴിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രത്യേക ബർക്കത്ത് കിട്ടും. അപ്പം നമ്മൾ ഇന്നലെ വാങ്ങിയ മാംസവും ബിസ്മില്ല എന്ന് പറഞ്ഞ അർത്ഥതല്ലേ, അതിനില്ലാത്ത ഒരു ബർക്കത്ത് എങ്ങനെ ഇതിന് കിട്ടി? കാരണം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബദരീങ്ങളുടെ കൂടെ പ്രീതി ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പ്രീതി. ഏത് മക്കാമിൽ അല്ല ഏത് മഹാത്മാവിൻ്റെ പേരിലായിരുത്തോ അതാണ്. അങ്ങനെ വരുമ്പോൾ ഒമാ ഉഹില്ലലി ഗൈരില്ലാഹി ബിഹി, നമ്മൾ പന്നി മാംസം പോലെയൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അള്ളാഹു അല്ലാത്ത പേരിൽ എന്ന് പറഞ്ഞാൽ ബിസ്മി ചെല്ലിയോ എന്നുള്ള അല്ല പ്രശ്നം, മറ്റൊരാളുടെ പ്രീതി ആഗ്രഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ആ ബലിയിൽ. മനസ്സിലായി? അത് തിന്നുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകം ബർക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ തെറ്റാണ്. അപ്പം ഇതൊരു കാരണവശാലും ഇവർ കഴിക്കാൻ പാടില്ല ഒന്നതാണ് പറയാനുള്ളത്. രണ്ടാമത്തൊരു കാര്യം, മറ്റുള്ള ഒരാളുടെ വിശ്വാസം അനുസരിച്ച് അയാൾ പ്രവർത്തിക്കുള്ളൂ. ഇപ്പോൾ ബിംബങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണെന്ന് നമുക്കറിയാം, ഇസ്ലാമിൽ കൊടിയ പാപമാണെന്നറിയാം. മനസ്സിലായി? പക്ഷേ നമ്മളുടെ ആ വിശ്വാസം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബിംബാരാധനക്ക് പോണ ഒരുത്തിനെ തടുക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് അയാളെ എന്ത് ചെയ്യണം? അത് തെറ്റാണെന്ന് നമ്മളെപ്പോലെ അയാളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. ബോധ്യപ്പെടുത്താതെ തടസ്സപ്പെടുത്തുമ്പോൾ എന്താണ്? അയാളുടെ ഒരു വിശ്വാസ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന പോലെ അതിന് അയാളൊരു പോരാട്ടമായി കാണും, തൻ്റെ വിശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി കാണും. അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇവർ ഭർത്താവിനെ തടസ്സപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ എന്ത് വേണം? അവകാശം വേണമെന്ന നിലയ്ക്ക് അയാൾ അതിനെ ഒരു മതപരമായ പോരാട്ടമായി കണ്ട് ഈ വൈഫിനോട് എന്ത് ചെയ്യാൻ പറ്റും? ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അതിലേക്കാണ് എത്തുക. അപ്പം അദ്ദേഹത്തെയും മക്കളെയും ഒക്കെ വളരെ സ്നേഹത്തോടു കൂടെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോണ്ട്. കാരണം ഷിർക്കുണ്ടെങ്കിൽ നരകത്തിലല്ലേ, സ്വർഗത്തിൽ ഒരു കാലത്തും പോകുന്നില്ല. അതുകൊണ്ട് എങ്ങനെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ആണ് ഇവർ ചിന്തിക്കേണ്ടത്.